ഗ്രഹണി ആസ്മയൊക്കെ ഉള്ള പിള്ളേര് പതിവായിരിക്കുന്നതിലും 10 അടി തള്ളിയിരുന്നോണം പൊട്ടിപ്പാറുന്ന അടിയാ നടക്കാൻ പോകുന്നു. ഇയാൾ എവിടെന്നെങ്കിലും അച്ചാരം മേടിച്ചിട്ടുണ്ടെങ്കിൽ ഇസ്ലാമിനെതിരെ കുത്തിപ്പൊക്കിയത് മന്ത്രിയാണ്. മന്ത്രിയൊന്നും കുട്ടിപ്പൊക്കിയൊന്നും അല്ല, അവരെ ഫോഴ്സ്ഫുള്ളി ആരിഫ് ഹുസൈൻ എന്തിനാണ് ഞാൻ പറയുമ്പോ കയറി ഇടപെടുന്നത്? നിങ്ങൾ മണ്ടത്തരം പറയുന്നത്. ഇത്ര മര്യാദ കെട്ട വിവരം കെട്ട ഒരു വർഗീയവാദിയെ പോയിന്റ് പറയണോ വേണ്ടത് ഞാൻ തീരുമാനിക്കാം. താൻ ആദ്യം വായടക്കേ. അങ്ങനെയൊന്നും നടക്കില്ല പൊന്നു ജയരാജ. ഇത് പാർട്ടി ക്ലാസ് അല്ല. നിങ്ങൾ പറയുന്ന മണ്ടത്തരം ഇവിടെ നമ്മൾ പാർട്ടി ക്ലാസ്സിൽ പോയിട്ട് വരട്ടൊക്കെ മതി. ഇത് മര്യാദകേടല്ലേ? ഒരു വിഭാഗത്തിന്റെ സംരക്ഷിക്കുകയും മറ്റൊരു വിഭാഗത്തിന്റെ മതം സംരക്ഷിക്കാതിരിക്കുകയും ചെയ്യുന്നത് എവിടുത്തെ ന്യായമാണ്? ഇതാണോ ജനാധിപത്യം? എന്നിട്ട് അതിനെ ന്യായീകരിക്കാൻ ഈ നാട്ടിൽ ആളുകൾ ഇറങ്ങി വരിക. ഇത് എങ്ങോട്ടാണ് പോകുന്നത്? ഇത് മതസ്പർദ്ധ വർദ്ധിപ്പിക്കുകയല്ലേ ചെയ്യുന്നത്. അതുകൊണ്ടാണ് വളരെ ന്യൂട്രൽ ആയിട്ടുള്ള ഒരു സ്റ്റാൻഡ് ഗവൺമെന്റ് എടുത്തത്. ഒരു കൂട്ടം ആളുകൾ ഇരമ്പി കയറി വന്ന് ഈ ഹിജാബ് നിർബന്ധമായും ധരിക്കാൻ അനുവദിക്കണം എന്നുള്ള ആവശ്യം ഉന്നയിച്ചതുകൊണ്ട് ആ മാനേജ്മെന്റ് അവകാശത്തിന് വേണ്ടി പോരാടി. അതാണ് ഫാദർ പറയുന്നത്. ആ സാഹചര്യത്തിലാണ് ഒരു പക്ഷം പിടിച്ചുകൊണ്ട് വിദ്യാഭ്യാസ മന്ത്രി നിലപാടെടുത്തത്. ഇനി ഇപ്പൊ ഇത്തിരി നാറിയാലും അത് ഞാൻ അങ്ങോട്ട് സഹിക്കും. ഇപ്പൊ ഉള്ളതിനേക്കാൾ കൂടുതൽ നാറരുതെന്ന് എനിക്ക് പ്രാർത്ഥനയുള്ളൂ. ഒരു സ്കൂൾ മാനേജ്മെന്റ് ആയിക്കോട്ടെ, ഒരു സഭ ആയിക്കോട്ടെ, മന്ത്രി ആയിക്കോട്ടെ, ആരാണെങ്കിലും എടുക്കുന്ന റെസ്പോൺസിബിലിറ്റി. സമൂഹത്തിനകത്ത് ഇതിന്റെ പേരിൽ ഒരു സ്പർദ്ധ ഉണ്ടാവാൻ പാടില്ല. ഇപ്പൊ ശിരോവസ്ത്രം എന്ന് പറയുന്നത് ഇസ്ലാം മതവിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം പരിശുദ്ധ ഖുർആനിൽ പറയുന്ന ഒരു കാര്യമാണ്. അത് പ്രാക്ടീസ് ചെയ്യാനായിട്ടുള്ള എല്ലാ അവകാശങ്ങളും അവർക്ക് ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ നൽകുന്നുണ്ട്. അതിനിപ്പോ എന്താ ആലോചിക്കാനിരിക്കണേ? അതിനാർക്കവിടെ അഭിപ്രായ വ്യത്യാസമുള്ളത്? ഇത് ക്രിസംഗികളാണ് ഇത്തരം വിഷയങ്ങൾ മനഃപൂർവ്വം കുത്തിപ്പൊക്കുന്നത്, സമുദായത്തിൽ ജാതി സ്പർദ്ധ ഉണ്ടാക്കാൻ ശ്രമിക്കുന്നത്. ഇന്നലെ തുടങ്ങിയതല്ല, കാസയുടെ രൂപത്തിൽ തുടങ്ങിയതാണ്. മറ്റു പല സംഘടനകളുടെ പേരിലും ഇത് തുടങ്ങിയതാണ്. ഞാൻ ഇതൊക്കെ വളരെ കഷ്ടപ്പെട്ട് കണ്ടുപിടിച്ചതാ. എല്ലാവരും ഇനിയെങ്കിലും എന്നെ അഭിനന്ദിക്കേ. ഡോക്ടർ ബി ജയരാജ് അവിടെ SDPI ഉണ്ടായിരുന്നു. എന്തുകൊണ്ട് SDPIയുടെ പേര് പറയുന്നില്ല? താങ്കൾ എന്തുകൊണ്ട് SDPIയുടെ പേര് പറയുന്നില്ല ജയരാജ്? SDPIയുടെ പേര് വിട്ടുപോകുന്നു. അതിപ്പോ ശരിയാക്കി തരാം. SDPI എല്ലാ തരത്തിലുള്ള മതമൗലികവാദികളോടും ഇടതുപക്ഷത്തിന് ഒരേ സമീപനം തന്നെയാണ്. അത് SDPI ആയാലും ശരി, ആയാലും ശരി, PFI ആയാലും ശരി, ആരെയും വേറെ തട്ടിലൊന്നും കാണുന്നില്ല. നീ വളച്ചു കെട്ടൊന്നും വേണ്ട, കാര്യം മനസ്സിലായി. മഞ്ജുഷേ ഇയാൾ സമ്മതിക്കുന്നില്ല. തൊട്ട് ഇയാൾ കയറി ഉടക്കിക്കൊണ്ടിരിക്കുകയാണ്. അങ്ങനെയൊന്നുമല്ല. നിങ്ങളുടെ ബാക്കിയുള്ള ആളുകൾ സംസാരിക്കുമ്പോൾ ഇടപെടുകയാണ്. നിങ്ങൾ ആദ്യം ആ മര്യാദ കാണിക്കൂ. ഇവിടെ ഇരുന്നിട്ട് പാർലമെന്ററി എന്തോ സാധനത്തെ കുറിച്ചൊക്കെ പറഞ്ഞല്ലോ, ഇവിടെ അച്ഛൻ്റെ അടുത്ത് പറഞ്ഞല്ലോ. അതെന്താ നിങ്ങൾ സ്വയം പാലിക്കാൻ ബാധകല്ലേ? ഈ ഭക്ഷണത്തിന് വേണ്ടിയിട്ടുള്ള ഒരു ഏർപ്പാടാണ്, അല്ലാണ്ട് വേറെ. ഞാൻ ഇതുപോലെ ഒരുപാട് രാജ്യങ്ങളിൽ, ഈ പറഞ്ഞ കണക്കോലെ മലേഷ്യ അടക്കമുള്ള രാജ്യങ്ങളിൽ ഞാൻ ജോലി ചെയ്ത ഒരു സ്ഥലമാണ്. അതിലൂടെ എന്ത് പ്രസക്തി ഉണ്ട്? അവിടങ്ങളിലൊന്നും ഈ തരത്തിലുള്ള ഫണ്ടമെന്റലിസം ഒന്നുമില്ല. ഈ പ്രപ്പോസ്ഡ് ഫണ്ടമെന്റലിസം, ഇസ്ലാമോഫോബിയ വരുത്താൻ വേണ്ടിയിട്ട് കുറെ അധികം ആളുകൾ ഇവിടെ ഇറക്കുമതി ചെയ്യുന്നുണ്ട്. പിന്നെ ഇതിന്റെ ചുവട് പിടിച്ച് ഇവിടെ മതരാഷ്ട്രീയവാദികളായിട്ടുള്ള മതോദികൾ കുറെ ശ്രമങ്ങൾ നടത്തുന്നുണ്ട്. അത് കേരളം പോലുള്ള ഒരു സമൂഹത്തിൽ ക്ലച്ച് പിടിക്കത്തില്ല. അതിനെയൊക്കെ വേരോടെ പിഴുതുകളയും. ഇത് വല്ലതും നടക്കുവോ പ്രസിഡന്റ്? അത് ക്രിസംഗി രൂപത്തിലാണെങ്കിലും ശരി തന്നെ, SDPIയുടെ രൂപത്തിലാണെങ്കിലും ശരി തന്നെ, PFIയുടെ രൂപത്തിലാണെങ്കിലും ശരി തന്നെ, ഇനി ആട്ടും തോന്നലാണെങ്കിൽ ചെന്നായിട്ടുള്ള ആരിഫ് ഹുസൈന്റെ രൂപത്തിലാണെങ്കിലും അവന്മാരെക്കാളും മുമ്പേ ഇവ ഇടി വാങ്ങിക്കുന്ന തോന്നുന്നു. കള്ള നാണയങ്ങളെല്ലാം തെളിഞ്ഞു വരും. അവരുടെ എല്ലാം ചെമ്പ് തെളിയുകയും പ്രബുദ്ധരായ കേരള ജനത ഇതൊക്കെ മനസ്സിലാക്കുകയും ചെയ്യും. ഒരു കുട്ടി ഒരു ശിരോവസ്ത്രം ധരിച്ചു വന്നു എന്ന് പറയുമ്പോഴത്തേക്ക് ആ സ്കൂളിന്റെ എന്ത് മൂല്യമാണ് നശിക്കുന്നത്? അയ്യേ, നമ്മൾ ജീവിക്കുന്ന ഒരു ഫ്രീ മാർക്കറ്റ് സൊസൈറ്റിയിലാണ്. അവിടെ നിങ്ങൾക്കൊരു ഉൽപ്പന്നം തെരഞ്ഞെടുക്കാം, ഒരു സർവീസ് തെരഞ്ഞെടുക്കാനുള്ള ഒരു പൂർണ്ണ അവകാശമുള്ള ഒരു സൊസൈറ്റിയിലാണ് നിൽക്കുന്നത്. അപ്പൊ അത് ചൂസ് ചെയ്യാതെ നമ്മൾ ഒരു സാധനം എടുത്തിട്ട്, നമ്മൾ ഐഫോൺ എടുത്തിട്ട് നമുക്ക് അതിനകത്ത് ആൻഡ്രോയിഡ് ഓപ്പറേറ്റിംഗ് സിസ്റ്റം വേണമെന്ന് പറഞ്ഞാൽ എങ്ങനെ നടക്കുമോ? ഇല്ല. അപ്പൊ നമുക്ക് അവിടെ ഓപ്ഷൻ അവിടെ ഉണ്ടായിരിക്കും, അത് തെരഞ്ഞെടുത്തില്ല എന്നുള്ളതാണ് ഈ കുട്ടിയുടെ പാരന്റ്സിന്റെ ആദ്യത്തെ മിസ്റ്റേക്ക്. 100% ഞാൻ യോജിക്കുന്നു. അവിടെ ഒരു സ്കൂൾ യൂണിഫോം ഉണ്ട്. അവിടെ ആ യൂണിഫോം അങ്ങനെ നിഷ്കർഷിക്കാനുള്ള അവകാശം ആ മാനേജ്മെന്റിനുണ്ട്. അത് ശരിയാ. എന്ത് ശരി? ഇതൊരു ക്രിസ്ത്യൻ മൈനോറിറ്റി ഇൻസ്റ്റിറ്റ്യൂഷൻ ആണ്. ഇവിടെ വലിയ സംസാരം, വലിയ പ്രസംഗമൊക്കെ നടത്തുന്ന ആളുകളോട് എനിക്ക് ചോദിക്കാനുള്ള കാര്യമാണ്, നിങ്ങൾ മൈനോറിറ്റി സംരക്ഷണത്തിന് വേണ്ടി നിൽക്കുന്ന ആളുകളല്ലേ? കേരളത്തിലെ, ഇന്ത്യയിലെ ഏറ്റവും വലിയ മൈനോറിറ്റി ആരാണ്? അത് ഇവിടുത്തെ ക്രിസ്ത്യാനികളല്ലേ? കാര്യങ്ങളൊക്കെ കൈവിട്ട് പോയല്ലോ. അവരുടെ നിയമങ്ങൾക്കുള്ള പരിരക്ഷ നിങ്ങൾ കൊടുക്കുന്നുണ്ടോ? ഇല്ല. ഓരോ ഉടായിപ്പായിട്ട് അറിയിക്കോളൂ. നിങ്ങൾ ഇപ്പൊ സംസാരിച്ചുകൊണ്ടിരിക്കുന്നത് എന്താണ്? വേറൊരു മൈനോറിറ്റി, അവരെ മൈനോറിറ്റി എന്ന് പോലും വിളിക്കാൻ കഴിയില്ല. അവർക്കുള്ള അവകാശത്തിന്റെ ആ സാധനം പറഞ്ഞുകൊണ്ട് നിങ്ങൾ വേറൊരു മൈനോറിറ്റിയുടെ അവകാശത്തെ നിങ്ങൾ ഹനിക്കുന്നു. ഇത് നിങ്ങൾ നടത്തുന്ന കോൺസ്റ്റിറ്റ്യൂഷണൽ വയലേഷനാണ്. ആർട്ടിക്കിൾ 30 കൊടുക്കുന്ന വയലേഷനാണ് നിങ്ങൾ ചെയ്യുന്നത്. തനിക്ക് ഈടായിട്ട് കുറെ കൂടുന്നുണ്ട് കേട്ടോ. നിങ്ങൾ മൈനോറിറ്റി സംരക്ഷകരാണ് എന്നുള്ള ആ ഒരു കെട്ട് ചമച്ച ഒരു സാധനം, ആ സാധനം വെച്ചുകൊണ്ട് നിങ്ങൾ സത്യത്തിൽ ഇവിടെ മറ്റൊരു മൈനോറിറ്റിയെ കൊന്നു കുഴിച്ചുകൊണ്ടാണ് നിങ്ങളുടെ വെറും രാഷ്ട്രീയ ആ ഒരു വൈര്യത്തിന്റെ പേരിൽ.
ഇത്തരം തീവ്രവാദ കൂട്ടങ്ങൾ അവർ വെക്കുന്ന അജണ്ടകളുടെ ആദ്യത്തെ ഇരകൾ എന്ന് പറയുന്നത് സാധാരണ മുസ്ലിങ്ങളാണ്. ഇത് ഇവർക്ക് തിരിച്ചറിയാൻ കഴിയില്ല. ഈ മുസ്ലിങ്ങളെ പറഞ്ഞു പറ്റിക്കുന്നത് എങ്ങനെയാണ്? ഞങ്ങളാണ് നിങ്ങളുടെ രക്ഷകർ എന്ന് പറഞ്ഞുകൊണ്ട് കുറെ ആളുകൾ അവരെ പിന്നാലെ കൂടിയിരിക്കുകയാണ്. അവർ കൊടുക്കുന്ന ആ ഒരു ട്രാപ്പിലേക്ക് ഇവർ വീഴാണ്. അപ്പോൾ സ്വാഭാവികമായിട്ട് അവർക്ക് അതിൽ നിന്ന് ഒരു നീജർക്ക് റിയാക്ഷൻ എന്നുള്ള രീതിയിൽ അവർ ചിലപ്പോൾ ചില ചിന്തകളൊക്കെ പറയും. അതിന്റെ പേരിലാണ് അവർ അതിൽ നിന്ന് പിന്തിരിയാൻ തയ്യാറാവുന്നത്. അതിനെ നമ്മൾ അപ്രീഷിയേറ്റ് ചെയ്യാണ് വേണ്ടത്. പക്ഷെ ഇവിടെ കാണുന്നത് എന്താണ്? ഇവിടെ അങ്ങനെ അതിന്റെ പിന്നിൽ പ്രവർത്തിച്ച ആളുകൾ മുഴുവൻ വെള്ളരിപ്രാവായിട്ട് മാറാണ്. SDPI പോപ്പുലർ ഫ്രണ്ട് ഒന്നും ഇപ്പോൾ ഇവിടെ ഒരു പ്രശ്നമൊക്കെ ഉണ്ടാക്കിയിട്ടില്ല. അവർക്ക് ഇതിനകത്ത് കുത്തിത്തിരിപ്പിൽ ഒരു പങ്കുമില്ല എന്നുള്ള രീതിയിലേക്ക് വരുന്നിടത്താണ് ഇതിന്റെ പ്രശ്നം. ഞാൻ പറയാനുള്ളത് പറയും. അയാൾ ഒറ്റ ഒരുത്തനാ യവന്മാരെല്ലാം ചീത്താക്കുന്നത്. ഈ പ്രശ്നം ഇങ്ങനെ ഉണ്ടായതിന് പകരം ഇത് കാവിത്തുണി അണിയാനുള്ള അവകാശത്തിന് വേണ്ടിയിട്ടാണ് ഇവിടെ ഒരു വലിയ പ്രശ്നമായി മാറിയത്. അത് നിഷേധിക്കുന്ന അവസ്ഥയിലേക്കാണ് കന്യാസ്ത്രീ വന്നതെന്നുണ്ടെങ്കിൽ നിങ്ങൾ എന്താ പറയാ? ഇത് ഹൈന്ദവവൽക്കരണം, ഹിന്ദുത്വ തീവ്രവാദം, ഹിന്ദുത്വ ഭീകരത എന്ന് നിങ്ങൾ പറയാമെങ്കിൽ നിങ്ങൾക്ക് എന്തുകൊണ്ട് ഇത് ഇസ്ലാമിക ഭീകരത എന്ന് നിങ്ങൾക്ക് പറയാൻ കഴിയുന്നില്ല? ഫാദർ ജോഷിയെ ബഹുമാനം നിലനിർത്തിക്കൊണ്ട് തന്നെ പറയുന്നു. അദ്ദേഹം ഇവിടെ പറഞ്ഞ ഒരു പരാമർശം SDPI പോലെയുള്ള ഒരു ഭീകരവാദ പാർട്ടി സംഘടന എന്നൊക്കെയാണ് അദ്ദേഹം പരാമർശിച്ചത്. അതെനിക്കിഷ്ടമില്ല. ഞാൻ പറയുന്നത് SDPI ചെയ്തിരിക്കുന്ന ഭീകരവാദം എന്താണ് എന്ന് അദ്ദേഹം ഇവിടെ ഉന്നയിക്കണം. നിയമസഭയിൽ പോലും SDPI ഭീകരവാദം എന്ന് പറഞ്ഞു എന്നൊക്കെ അദ്ദേഹം പറയുന്നുണ്ട്. നീ വലിയ ഡീസന്റ്, ബാക്കി എല്ലാവരും മോശക്കാരും. SDPIയെ സംബന്ധിച്ചിടത്തോളം നാട്ടിൽ നടക്കുന്ന പൊതുവിഷയങ്ങളിൽ ആളുകൾ SDPIയെ സമീപിക്കുകയും പ്രശ്നങ്ങൾ ആരായുകയും പറയുകയും ഒക്കെ ചെയ്യുന്ന സ്ഥിതിവിശേഷം ഉണ്ടാകും. SDPIക്ക് വേറെ പ്രത്യേകതകൾ നിങ്ങൾ കൽപ്പിക്കേണ്ട കാര്യമില്ലല്ലോ. അവരെ പല്ലെറിവിട്ട് കാര്യമില്ല. മറ്റൊന്നു കൂടിയുണ്ട്. കാരണം NIA അന്വേഷണം പോലും ഇക്കാര്യത്തിൽ ഉണ്ടായതാണ്. PFIയുടെ സ്ലീപ്പർ സെല്ലുകൾ ഉണ്ടോ എന്നുള്ള അന്വേഷണം നടന്നതാണ്. റെയ്ഡുകൾ ഉണ്ടായിട്ടുള്ളതാണ്. അല്ലല്ല, അതിലൊക്കെ NIA റിപ്പോർട്ടിൽ പരാമർശിക്കുന്ന കാര്യം SDPI എന്നുള്ള രാഷ്ട്രീയ പാർട്ടിയെ കുറിച്ച് കൂടിയുള്ളതാണ്. റെയ്ഡ് താങ്കൾ പറഞ്ഞിട്ടില്ലല്ലോ. അതുകൊണ്ട് അങ്ങനെ ഒരു കാര്യം ഉണ്ട് ഇവിടെ. തനിക്കൊന്നും അത് പറഞ്ഞാൽ മനസ്സിലാവില്ല. നിങ്ങൾ നിഷ്കളങ്കമായിട്ട് രാഷ്ട്രീയ പ്രവർത്തനം നടത്തുന്നു എന്ന് പറയുമ്പോഴും ആ ഭയമുണ്ട്. അതാണ് ക്രൈസ്തവ സഭകൾക്കുമുള്ളത്. ഇതിനു മുൻപ് അവർ അത് പറഞ്ഞിട്ടുള്ളതാണ്, പേര് തന്നെ പറഞ്ഞിട്ടുള്ളതാണ്. എന്നാ പിന്നെ ഞാൻ മറ്റേ എടുക്കട്ടെ. മറ്റേത് ഏത്? സഭകളുടെ കാസ അടക്കമുള്ള വർഗീയ തീവ്രവാദികളുണ്ടല്ലോ, അവരുടെ ഇടപെടലുകൾ ഈ സ്കൂളിൽ, സെൻട്രേറ്റ സ്കൂളിൽ വളരെ കൃത്യമായിട്ട് കാസയുടെ ഇടപെടലുകൾ ഉണ്ടായിട്ടുണ്ട്. അത് ഓർക്കുമ്പോഴാണ് നമുക്ക് സങ്കടം. ഇവിടെ SDPIക്ക് നേരെ ആരോപണങ്ങൾ ഉയർത്തപ്പെടുമ്പോൾ തന്നെ നമ്മൾ മനസ്സിലാക്കേണ്ടത് അധ്യാപകരും വിദ്യാർത്ഥികളും എന്ന് പറയുന്ന വലിയൊരു കൺസെപ്റ്റ് ഉണ്ട്. എന്നിട്ട് സ്കൂളിലെ വിദ്യാർത്ഥികൾക്ക് നമ്മൾ പറഞ്ഞു കൊടുക്കുന്ന അറിവുണ്ട്. അതൊരു മതേതരത്വവും സൗഹാർദ്ദവും സാഹോദര്യത്തിന്റെയും അന്തരീക്ഷം അവരെ പഠിപ്പിച്ചു വിടുകയാണ്. അല്ല, അവിടെ SDPIക്ക് എന്ത് കാര്യമാണ്? അല്ല, ആ സ്കൂളിൽ SDPIക്ക് എന്ത് കാര്യമാണുള്ളത്? അത് ഉത്തരം പറ. അത് SDPIക്ക് സ്കൂളിനകത്ത് കാര്യമുണ്ട് എന്ന് ഞങ്ങൾ ഇതുവരെ പറഞ്ഞിട്ടില്ല. ഇതുവരെ ഞങ്ങൾ അത്തരത്തിലുള്ള ഇടപെടലുകൾ നടത്തിയിട്ടില്ലല്ലോ. അല്ല, പിതാവ് വന്ന് SDPIയോട് പരാതി പറഞ്ഞു, അപ്പോൾ SDPI ഇടപെട്ടു എന്ന് താങ്കളാണ് പറയുന്നത്. അതല്ല ഉദ്ദേശം. നാട്ടിലൊരു ഇഷ്യൂ ഉണ്ടാകുമ്പോൾ സ്വാഭാവികമായിട്ടും നമ്മൾ പലരുമായിട്ട് ഷെയർ ചെയ്യുന്നത് പോലെ അവരോട് സഹായം തേടി അവരോട് കാര്യങ്ങൾ സംസാരിച്ചു. അത് ശരി, ഇപ്പോഴല്ലേ മനസ്സിലായത്. അവരവിടെ വന്ന് വിഷയം തിരക്കി. SDPIയുടെ ഇടപെടലിന് ശേഷമാണ് ഈ സ്കൂൾ പൂട്ടേണ്ടി വന്നത്. 2 ദിവസം പൂട്ടിയിടേണ്ടി വന്നു. ആരും മറ്റൊരു കാര്യം ശ്രദ്ധിച്ചോ? ഇവിടെ നടക്കുന്ന ശ്രമം എന്ന് പറയുന്നത് SDPIക്ക് പ്രത്യേകിച്ച് പ്രശ്നമൊന്നുമില്ല. അവരൊരു വെള്ളരിപ്രാവുകളുടെ ഒരു സംഘമാണ്, ഒരു കൂട്ടമാണ് എന്നൊരു പ്രതീതി ഉണ്ടാക്കാനുള്ള ഒരു അവസരമായിട്ടാണ് ഇതിനെ ഉപയോഗിക്കുന്നത്. ഇതിലും ഭേദം വൈറ്റ് വാഷ് ചെയ്യായിരുന്നു. നമ്മൾ പരിശ്രമിക്കാനുള്ള നമ്മൾ തന്നെ പരിശ്രമിക്കേണ്ടത് സിസ്റ്റർ. ഞങ്ങൾ ഏതെങ്കിലും തീവ്രവാദത്തിൽ ഏർപ്പെടുന്നൊക്കെ ചെയ്യുന്നത് ജോസഫ് മാഷ കൈവിട്ട കേസ് മുതൽ ഇവിടെ മറ്റു പല ആളുകളെ കെട്ടിക്കൊന്നത് മുതൽ പിന്നെ NIAയുടെ റിപ്പോർട്ടുകളുണ്ട്. പലപ്പോഴും ഇവർ തമ്മിലുള്ള ബന്ധങ്ങൾ, മിഷൻ 2047 ഡോക്യുമെന്റ്സ്, ഈ ഡോക്യുമെന്റ് തന്നെ ഇദ്ദേഹം വായിച്ചിട്ടുണ്ടോ എന്ന് എനിക്കറിയില്ല. നീതി കണ്ടിട്ടുണ്ടാവില്ല. അതിനകത്ത് എന്താ എഴുതി വെച്ചിരിക്കുന്നത്? നമ്മൾ നിരന്തരം പറഞ്ഞുകൊണ്ടേയിരിക്കണം ഇവിടുത്തെ മുസ്ലിങ്ങൾക്ക് എതിരെയുള്ള ഒരു ശത്രുത, അത് ഇവിടുത്തെ RSS ഹിന്ദുത്വ ഭീകരവാദികൾക്കുണ്ട്, അവരിങ്ങനെ നമ്മളെ കൊല്ലാൻ വേണ്ടി വരികയാണ്, ഇതിങ്ങനെ പറഞ്ഞ് അവരെ തലയിലേക്ക് ഇഞ്ചക്ട് ചെയ്ത് കൊടുത്തുകൊണ്ടേ ഇരിക്കണം എന്ന് നിങ്ങളുടെ ഈ ഡോക്യുമെന്റിൽ എഴുതിയിട്ടുണ്ട്. അത് ഒരു തവണയെങ്കിലും പോയി വായിക്കും മിസ്റ്റർ. എനിക്ക് എഴുതാനല്ലേ സാറേ അറിയൂ, വായിക്കാറില്ലല്ലോ. പാവം, എല്ലാ കഴിവും കൂടി ദൈവം ഒരാൾക്ക് കൊടുക്കൂലല്ലോ. SDPIയുടെ നേതാവ് തന്നെ പറയുകയാണ് ആ പിതാവ് SDPIയുടെ സഹായം ചോദിച്ചുവെന്ന്. അപ്പോൾ സർക്കാർ ഇവിടെ ഇടപെട്ടത് ഏത് വിഷയത്തിലാണ്? SDPI ഇടപെട്ട് വഷളാക്കിയ വിഷയത്തിലാണ് വിദ്യാഭ്യാസ മന്ത്രി ഇടപെട്ട്. അത് അല്ലല്ല, SDPI ഏത് നിലപാടാണോ എടുത്തത് ആ നിലപാടിനൊപ്പം വിദ്യാഭ്യാസ മന്ത്രി നിലപാട് പ്രഖ്യാപിച്ചതും. നമ്മളിപ്പോ വീണ്ടും ഈ സംസാരത്തിൽ കാണുന്ന കാര്യം എന്താണ്? ഇവിടെ മൈനോറിറ്റി റൈറ്റ്സ് എന്ന് പറയുന്നത് മുസ്ലിങ്ങൾക്ക് മാത്രമുള്ളതല്ലെന്നേ. ഇതെന്താണ് ആരും പറയാത്തത്? ഇത് ക്രിസ്ത്യാനികൾക്കും ഇല്ലേ? ക്രിസ്ത്യാനികളല്ലേ ഇവിടുത്തെ ഏറ്റവും വലിയ മൈനോറിറ്റി. അതിനെ കുറിച്ച് എന്താ ഇവിടെ ആരും പറയാത്തെന്നാണ് ഞാൻ ചോദിക്കുന്നത്. നിങ്ങൾ മൈനോറിറ്റി റൈറ്റ്സിനോടൊപ്പമാണ്, ന്യൂനപക്ഷ സംരക്ഷണമാണ് നിങ്ങൾ അജണ്ട എന്ന് പറഞ്ഞിട്ട് നിങ്ങൾ ഇവിടെ കുതിര കയറുന്നത് ഈ മൈനോറിറ്റിയുടെ തലമണ്ടയ്ക്കല്ലേ? ഉത്തരവാദപ്പെട്ട സ്ഥാനത്ത് ഇരുന്നുകൊണ്ട് ഇങ്ങനെ സംസാരിക്കുന്നത് തെറ്റാണ്. ഇത് എന്ത് തരം ജനാധിപത്യമാണ്? ഇത് നിങ്ങൾ ഏത് മൈനോറിറ്റി സംരക്ഷണത്തെ കുറിച്ച് നിങ്ങൾ പറയുന്നത്? അവിടെ പൂർണ്ണ സംരക്ഷണം ഒരിക്കലും
എടുക്കേണ്ട ഒരു ബാധ്യത പൊതുസമൂഹത്തിനുണ്ട്. അവിടെ നിങ്ങൾ ഇപ്പൊ ഈ ഹിജാബ് ആക്ടിവിസം എന്ന് പറയുന്ന ഒരു ഗ്ലോബൽ ഫിനോമിനെ അതിനെ നിങ്ങൾ ഒരു മറയാക്കി പിടിച്ച് അത് ഇവിടെ ഈ ക്രിസ്ത്യൻ മൈനോറിറ്റി ഇൻസ്റ്റിറ്റ്യൂഷൻസിലേക്ക് നിങ്ങൾ ഇടിച്ചു കയറ്റുമ്പോൾ നിങ്ങൾ തകർക്കുന്നത് സെക്യുലറിസത്തെയാണ്. മനസ്സിലായില്ല എന്ത് തെണ്ടിത്തരം? അവിടെ നടക്കുന്ന ആ പഠനം, ആ അധ്യാപനത്തിൽ 100-100ഓളം മുസ്ലിം കുട്ടികൾ യൂണിഫോം പാലിച്ചുകൊണ്ട് അവിടെ മുന്നോട്ട് പോകുന്നുണ്ട്. അതെന്താ നിങ്ങൾ മാനിക്കാത്തത്? ആ കുട്ടികൾ എടുത്ത നിലപാടിന് നിങ്ങൾ എന്താ അപ്രീഷിയേറ്റ് ചെയ്യാത്തത്? എന്റെ അഭിപ്രായം ഞാൻ മാറ്റില്ല. അപ്പൊ നിങ്ങൾക്ക് കാര്യമായ തകരാറുണ്ടെന്ന് പറയേണ്ടി വരുന്നത് അവിടെയാണ്. എനിക്ക് തലയ്ക്ക് സ്ഥിരതയില്ലെന്നാണ് നിങ്ങൾ പറഞ്ഞു വരുന്നത്. സത്യം അതാണെങ്കിലും അത് തുറന്നു പറഞ്ഞ് മാഷിന്റെ മനസ്സ് വേദനിപ്പിക്കുന്നത് എനിക്ക് ഇഷ്ടമുള്ള കാര്യമല്ല. അത് ശരി. ഇതേപോലെ ഹിജാബ് വിഷയം എവിടെയെങ്കിലൊക്കെ നിങ്ങളുടെ ശ്രദ്ധയിലുണ്ടെങ്കിൽ റിപ്പോർട്ട് ചെയ്യൂ എന്ന് പറഞ്ഞിട്ട് ഒരു പോസ്റ്റർ ഇറങ്ങി നടപ്പുണ്ട് സുപ്രഭാതം പത്രത്തിന്റെ പേരിൽ. ഇതെന്താ ഇതിന്ന് കാണുന്നത്? അപ്പൊ നിങ്ങളുടെ ഉദ്ദേശങ്ങൾ ഇവിടെ വളരെ വ്യക്തമാണ്. ഇത് ഞാൻ സമ്മതിച്ചു തരില്ല. ഞാൻ ഇത് പറയുന്നത് ഈ ഇട്ടാവട്ടം കേരളത്തിലെ കാര്യം വെച്ചിട്ടല്ല. എന്നെ സംബന്ധിച്ചിടത്തോളം ഒരു എക്സ് മുസ്ലിം എന്നുള്ള നിലയ്ക്ക് നമ്മൾ കൃത്യമായിട്ട് പറയുന്നു ഇതൊരു ഗ്ലോബൽ ഫിനോമിനൻ. ഹിജാബ് ആക്ടിവിസം എന്ന് പറയുന്നത് മുസ്ലിം ബ്രദർഹുഡ് മുന്നോട്ട് വെച്ചിട്ടുള്ള അവരുടെ പൊളിറ്റിക്കൽ ഇസ്ലാമിക് പൊളിറ്റിക്സിന്റെ അടിസ്ഥാനത്തിൽ വർക്ക് ചെയ്യുന്ന സാധനമാണ്. അതാണ് ഇവിടെ ഇംപ്ലിമെന്റ് ചെയ്യുന്നത്. ആ സാധനത്തിൽ പോയി തലവെച്ച് കൊടുക്കുന്ന യൂസ്ഫുൾ ഇഡിയറ്റ്സ് ആണ് ഇവിടെയുള്ള ഇടതുപക്ഷം. പ്ലീസ്, ഒരു പൊതുപ്രവർത്തനം പരസ്യമായി അധിക്ഷേപിക്കരുത്. പിടിവിട്. അത് മണ്ടത്തരമായി പോയല്ലോ ഡോക്ടർ ബി ജയരാജ്. SDPIയുടെ കെണിയിൽ നിങ്ങൾ വീഴുകയായിരുന്നു. മന്ത്രി അതേ നിലപാട് ആവർത്തിക്കുകയാണ് ചെയ്തത്. ഇങ്ങനൊരു മരത്തലേനെ ഞാൻ ജീവിതത്തിൽ കണ്ടിട്ടില്ല. ഇതിനകത്ത് നമ്മൾക്കൊരു കാഴ്ചപ്പാടുണ്ട്. ന്യൂനപക്ഷ വർഗീയതയും ഭൂരിപക്ഷ വർഗീയതയും പരസ്പരം ശക്തിപ്പെടുത്തുന്നു എന്ന് പറയുന്നത് പോലെ തന്നെ ന്യൂനപക്ഷ വർഗീയതയും പരസ്പരം ശക്തിപ്പെടുത്തുന്ന ഒരു കാഴ്ചയാണ് നമ്മളിവിടെ കണ്ടുകൊണ്ടിരിക്കുന്നത്. എന്താണ് ബുദ്ധി ഈ തല വെളി കാണിച്ച് അടക്കല്ലേ പണ്ടാരെ? ഈ ചെറിയൊരു നിസ്സാരമായി തീർക്കാവുന്ന ഒരു വിഷയം ഇത്രയധികം ഇൻഫ്ലേറ്റ് ചെയ്ത് വലുതാക്കി ആളുകളുടെ ഇടയിൽ മതസ്പർദ്ധ ഉണ്ടാക്കാൻ വേണ്ടി ആരും പിന്നോക്കമല്ല. ഇതിനകത്ത് കൃത്യമായ ഇടപെടലുകൾ നടത്തിയിട്ടുണ്ട്. അത് കാസയുടെ ഭാഗത്തു നിന്നാണെങ്കിലും ഉണ്ടായിട്ടുണ്ട്, മറ്റ് മതസംഘടനകളുടെ ഭാഗത്തു നിന്നാണെങ്കിലും ഉണ്ടായിട്ടുണ്ട്. മനസ്സിലാക്കി കളഞ്ഞല്ല. പിന്നെ നമ്മൾ ചർച്ച ചെയ്യേണ്ടുന്നത് ആ പെൺകുട്ടിയുടെ മാനസികാവസ്ഥയാണ്. അതിനി ആ സ്കൂളിൽ പോകുന്നില്ല, അത് പേടിച്ച് വിറച്ച് പനി പിടിച്ച് വീട്ടിനകത്ത് കിടക്കുകയാണ്. അവിടെയാണ് വിദ്യാഭ്യാസം ഏത് സ്കൂളില് അത് അങ്ങനെ പറയത്തോളല്ലോ. എന്തായാലും വിദ്യാഭ്യാസ മന്ത്രിയുടെ ഉത്തരവാദിത്വം തന്നെയാണ്. നീ ഒരു കോപം പറയണ്ടാ. ഇടയ്ക്ക് സംസാരിക്കുന്ന ഇടയ്ക്ക് ആ വിഷയം രണ്ടാമത്തെ ദിവസം തീർന്നതായിരുന്നു. ഡോക്ടർ ബി ജയരാജ് അവിടെ കുത്തിപ്പൊക്കിയത് മന്ത്രിയാണ്. ഡോക്ടർ ബി ജയരാജ് അവിടെ കുത്തിപ്പൊക്കിയത് മന്ത്രിയാണ്. മന്ത്രി ഒന്നും കുട്ടിപ്പൊക്കെയൊന്നും അല്ല. ഇതിനകത്ത് ഹൈബി വീടനും മറ്റാളുകളും ചെന്ന് അവരെ ഫോഴ്സ്ഫുള്ളി ഇതിനകത്ത് ഒരു ഉണ്ടാക്കാൻ വേണ്ടി അങ്ങനെ പറയിപ്പിച്ചതാണ്. അതിനെ കുറിച്ച് കൂടുതലൊന്നും ഞാൻ പറയുന്നില്ല. ആരിഫ് ഹുസൈൻ എന്തിനാണ് ഞാൻ പറയുമ്പോ കയറി ഇടപെടുന്നത്? നിങ്ങൾ മണ്ടത്തരം പറയുന്നത്. ഇത്ര മര്യാദ കെട്ട വിവരം കെട്ട ഒരു വർഗീയവാദിയെ പോയിന്റ് പറയണോ വേണ്ടത് ഞാൻ തീരുമാനിക്കാം. താൻ ആദ്യം വായടക്കേ, താൻ ആദ്യം കളിക്കുന്നത് കുറച്ചുകൂടെ മര്യാദക്കൊക്കെ സംസാരിക്കേ. മര്യാദക്ക് പോയില്ലടാ. ഞാൻ ഇങ്ങനെ ഒരാളെ സംസാരിക്കാൻ അനുവദിക്കാതെ ഇയാള് പറയാനാണോ പോയിന്റ് പറയാൻ ഞാനിരിക്കുന്നത്? ചോദിക്കുന്ന ഉത്തരങ്ങൾക്ക് ഞാൻ പറയും. താങ്കൾ മിണ്ടായിരിക്കട്ടെ ആദ്യമേ. ഇവന്മാരുടെ കയ്യിൽ നിന്ന് ഞാൻ വാങ്ങിക്കും. എനിക്ക് സംസാരിക്കാൻ നടക്കില്ല പൊന്നു ജയരാജ. ഇത് പാർട്ടി ക്ലാസ് അല്ല. ഓക്കെ, നിങ്ങൾ പറയുന്ന മണ്ടത്തരം ഇവിടെ നമ്മൾ പാർട്ടി ക്ലാസ്സിൽ പോയിട്ട് വരട്ടൊക്കെ മതി. അതൊന്നും ഇവിടെ ഇറക്കണ്ട. എന്ത് പറ്റി? ആൾക്ക് ഇപ്പൊ പഴയ പോലെ പേടില്ലാണ്ടായോ? പേടിയാ നിന്നെ. നിന്നെ പേടിക്കമ്മിയാര് നരസിംഹറാവുക. കുരുത്തങ്ങട്ടവനെ. ഇയാൾ എവിടുന്നെങ്കിലും അച്ചാരം മേടിച്ചിട്ടുണ്ടെങ്കിൽ ഇസ്ലാമിനെതിരെ ഞാൻ പലയിടത്തും വാങ്ങിച്ചിട്ടുണ്ട്. അത് എന്റെ ഇഷ്ടം. എനിക്ക് പറയാനുള്ള കാര്യത്തിൽ എന്തെങ്കിലും പ്രശ്നം ഉണ്ടെങ്കിൽ നിങ്ങൾ പറയും. ഒരു തെറ്റ് ചൂണ്ടിക്കാണിക്കുക. നിങ്ങൾ പറയുന്നതിൽ തെറ്റാണ് ഞാൻ ചൂണ്ടിക്കാണിക്കുന്നത്. ഇവിടെ ഇത് വല്ലാത്ത തൊന്തരവായത്. മന്ത്രി അവിടെ ഇതുപോലെ എന്താണ് ബസ് എന്ന് പറയുന്ന രീതിയിലേക്ക് ചെയ്തു. ഈ നായിന്റെ മോനെ ഇനി ഞാൻ കൊന്നുകളായി. എന്തുകൊണ്ട് ക്രിസ്ത്യൻ മൈനോറിറ്റിയെ മന്ത്രി അവിടെ തിരസ്കരിച്ചു? എന്താ നിങ്ങളുടെ മൈനോറിറ്റി പ്രൊട്ടക്ഷൻ എന്ന് പറയുന്ന ആ കുന്ത്രാണ്ടം കളഞ്ഞോ? എന്താണ്ടായത്? അതെ, ആദ്യം നീ നന്നാകാൻ നോക്ക്. മഞ്ജുഷ ഇവനും ബ്യൂട്ടി ചോദ്യമാണല്ലോ ഡോക്ടർ ബി ജയരാജ്. അല്ല മൈനോറിറ്റി പ്രൊട്ടക്ഷൻ എന്തുകൊണ്ട് ഇവിടെ വന്നില്ല എന്നുള്ളതാണ്. അതുകൂടി ചേർത്ത് പറഞ്ഞോളൂ ജയരാജ്, മറുപടി പറഞ്ഞോളൂ. ആരിഫ് ജയരാജ് ഒത്തില്ല. എന്താണ് ഒത്തില്ല? ആ മൂപ്പര് ഒപ്പിക്കാൻ നടക്കുക.